പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നയതന്ത്രപരമായ ചില നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാനെതിരെ. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. 1960 മുതൽ നിലനിൽക്കുന്ന അതിനുശേഷമുള്ള യുദ്ധകാലത്ത് ഒന്നും റദ്ദാക്കപ്പെടുകയോ മരവിപ്പിക്കപ്പെടുകയോ ഒന്നും ചെയ്യാതിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ നിർത്തുന്ന കാലത്ത് മാത്രമേ ഇനി സിന്ധു നദീജല കരാർ പുനരുജ്ജീവിപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ മറ്റ് നയതന്ത്ര നടപടികൾ, അതായത് ഹൈക്കമ്മീഷണറേറ്റിലെ അംഗങ്ങളുടെ എണ്ണം, ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക, അതുപോലെ നിലവിൽ വിസ ലഭിച്ച് ഇന്ത്യ സന്ദർശിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ ഇന്ത്യ വിട്ടു പോകണം എന്ന് അറിയിക്കുക, അതിന് 48 മണിക്കൂർ സമയപരിധി നിശ്ചയിക്കുക, ഇങ്ങനെ പല നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നത് വിവിധ സുരക്ഷാ ഏജൻസികൾ ഈ പെഹൽഗാമിലെ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ പൗരന്മാരടങ്ങുന്ന സംഘമാണ് എന്ന നിഗമനത്തിൽ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിഗമനം ഇന്നലെ ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അങ്ങനെ തുടങ്ങി മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെല്ലാം ചേരുന്ന ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ ഉപസമിതിയുടെ യോഗത്തിൽ ഈ സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഈ നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണിയാണ്. അദ്ദേഹം കേരള സർവകലാശാലയിലെ രാഷ്ട്രതന്ത്ര വിഭാഗത്തിൻ്റെ മുൻ മേധാവിയാണ്, വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. സ്വാഗതം ഈ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ഇന്ത്യ ഇന്നലെ വൈകുന്നേരം പ്രഖ്യാപിച്ച ഈ നടപടികളെ എങ്ങനെയാണ് കാണുന്നത്? അതിനു മുമ്പൊക്കെ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ ഉണ്ട് എന്ന വ്യാഖ്യാനം പോലും ഉണ്ടായിരുന്നു. അതിനനുസരിച്ചായിരിക്കും ഈ നയതന്ത്ര നടപടികൾ ഉണ്ടാവുക എന്ന് പോലും പറഞ്ഞിരുന്നു. ഈ നടപടികളെ എങ്ങനെ കാണണം നമ്മൾ? ആ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, പ്രാദേശികമായും ആഭ്യന്തരമായി ദുർബലമാവുകയും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും ദുർബലമാവുകയും പ്രാദേശികമായി ഒറ്റപ്പെടുകയും അന്തർദേശീയ തലത്തിലും ഒറ്റപ്പെടുകയും ചെയ്ത പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഈ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വടിക്ക് നിരവധി പക്ഷികൾ എന്ന കാഴ്ചപ്പാടിൽ ഞങ്ങളെ എഴുതി തള്ളാറായിട്ടില്ല. കാശ്മീർ പ്രശ്നത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പ്രാദേശിക സമാധാനത്തിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ഞങ്ങളെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ വേണ്ട, ഗൾഫ് രാജ്യങ്ങൾ പഴയതുപോലെ പാകിസ്ഥാനെ സഹായിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ അവരുടെ നിയന്ത്രണത്തിൽ വരുമെന്ന് കരുതിയെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അവരുടെ നിയന്ത്രണത്തിൽ വന്നില്ല. അഫ്ഗാനിസ്ഥാനും ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങളും വെടിവെപ്പും നടന്നു. ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നു. ചൈന പഴയതുപോലെ അത്ര ആത്മാർത്ഥത പാകിസ്ഥാനോട് കാണിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ നിലയ്ക്കും ഒറ്റപ്പെടുകയും പ്രകൃതി ദുരന്തത്താലും ആഭ്യന്തര ഭീകരാക്രമണങ്ങളാലും സാമ്പത്തിക പ്രതിസന്ധികളാലും ഒക്കെ തകർന്ന ഭരണകൂടം, ദുർബലമായ ഒരു ഭരണകൂടവുമുള്ള ഒരു രാഷ്ട്രത്തെ ഞങ്ങൾ വീണ്ടും പരിഗണിക്കപ്പെടേണ്ടവരാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ്, അവഗണിക്കപ്പെടേണ്ടവരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു മിന്നലാക്രമണം എന്നൊക്കെ തരത്തിൽ പറയാവുന്ന ഇന്ത്യയിലെ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ആക്രമണമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഇതിനോട് അതിശക്തമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട്, ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല പങ്കിടുന്നതിനുമായി സംബന്ധിച്ചുള്ള തീരുമാനമാണ്. തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോകബാങ്ക് മധ്യസ്ഥത വഹിച്ച് 1960 ഉണ്ടാക്കിയ കരാറാണത്. ആ കരാറ് 2016 ഉറി ആക്രമണം നടന്നപ്പോൾ തന്നെ നമ്മൾ മരവിപ്പിക്കാൻ ഉള്ള നീക്കങ്ങൾ നടത്തിയതാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് അതിനു വേണ്ടിയിട്ട് പോയില്ല. ഇപ്പോഴുണ്ടായ, അതായത് നമ്മളെ നടുക്കുന്ന, നമ്മൾ കാര്യങ്ങൾ ഏകദേശം മെച്ചപ്പെട്ടു വരുന്നു കാശ്മീരിൽ എന്ന് കരുതിയിരിക്കുകയും ഒരു നോർമാലിറ്റിയിലേക്ക് വരുന്നുവെന്ന് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഈ ആക്രമണം, പഹൽഗാം പോലെയുള്ള സ്ഥലത്തുണ്ടായിരിക്കുന്ന ഈ ആക്രമണം, പഹൽഗാമിലെ ബൈസരൺ എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് സാമ്പത്തികമായി ഇപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുന്ന
കാശ്മീരിലെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വരുമാന തൊഴിൽ മാർഗമാണ് പിന്നെ ഈ വിനോദസഞ്ചാരം. ആ വിനോദസഞ്ചാര മേഖല ശക്തിപ്പെടുകയും കൂടുതൽ വിനോദസഞ്ചാരികളോട് എത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നേരത്തെ മുൻകാലങ്ങളിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവിൽ ഭീകര സംഘടനകളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ധാരണ ഈ വിനോദസഞ്ചാരികളെ ആക്രമിക്കരുത് എന്നുള്ള, കൂട്ടമായി ആക്രമിക്കരുത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ഉണ്ടായത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ പിന്നെ ഉള്ള, അതായത് ആക്രമണം നടത്തിയത് മാത്രമല്ല ഒരു കൂട്ടക്കൊലയാണ് നടത്തിയത്. ആ കൂട്ടക്കൊല തന്നെ ഒരു മതം തിരിച്ച് കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നതും, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഒന്നായി നിന്നുകൊണ്ട് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നും പിന്നെ ഒക്കെ നമ്മൾ പരിശോധിക്കുകയും അതേസമയം തന്നെ ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾക്ക് പിന്നെ എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് പിന്തുണ നൽകുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ പിന്തുണയ്ക്കണം. അതോടൊപ്പം എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിക്കുകയും വേണ്ട ഒരു സന്ദർഭമാണ് ഇത്. റൈറ്റ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഈ നയതന്ത്ര നടപടികൾ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം, ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ, അതോ ഒരു മിനിമം ലെവലിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിന് പാകത്തിലുള്ള ഹൈക്കമ്മീഷണറേറ്റിലുള്ള ജീവനക്കാരെ നിലനിർത്തുന്നു, ബാക്കി എല്ലാ ബന്ധങ്ങളും അതായത് വ്യാപാര ബന്ധങ്ങൾ അടക്കം നിർത്തുന്നു, ഇപ്പോൾ അട്ടാരി അതിർത്തി അടയ്ക്കുന്നു, അങ്ങനെ എല്ലാ നടപടികളും പ്രഖ്യാപിച്ചിട്ട് വിസ നൽകുന്നില്ല, സന്ദർശക വിസ പോലും നൽകുന്നില്ല. അപ്പോൾ മറ്റ് വളരെ പരിമിതമായ തോതിലുള്ള ബന്ധം നിലനിർത്തുകയും ബാക്കി എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വ്യാപാര ബന്ധം അടക്കം നിർത്തുന്നു. അങ്ങനെയാണോ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇവിടെ ഇല്ല, അതിനെ ഞങ്ങൾക്ക് ഇഗ്നോർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലൊരു നിലയിലേക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടികൾ വന്നതിനോടുള്ള ഒരു പ്രതികരണം കൂടിയിട്ടാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അയൽ രാജ്യങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അയൽ രാജ്യങ്ങളെ പാകിസ്ഥാൻ 3000-ഓളം കിലോമീറ്ററാണ് നമ്മളും അവരും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്നത്. എന്ന് മാത്രമല്ല നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് കാരണവശാലും പാകിസ്ഥാനെ അവഗണിക്കുന്ന ഒരു സമീപനം നമുക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് എൻഗേജ് ചെയ്യാനുള്ള, അവരുമായി ചർച്ച ചെയ്യാനുള്ള ട്രാക്ക് 1, ട്രാക്ക് 1.5, ട്രാക്ക് 2 എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അവർ വളരെ ദുർബലമായി നിൽക്കുന്ന സന്ദർഭത്തിൽ, അവർ സാമ്പത്തികമായി ദുർബലമാണ്, സാമൂഹ്യമായി ദുർബലമാണ്, അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഈ ഘട്ടം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാസ്തവത്തിൽ പാകിസ്ഥാനുമായി നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് നമ്മളോട് കുറച്ചുകൂടി ആഭിമുഖ്യമുള്ള ആളായി പരിഗണിക്കപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ ഈ സാഹചര്യത്തിൽ നമുക്ക് വാസ്തവത്തിൽ അവരുമായി ചർച്ചകൾ നടത്തി, അതായത് നമുക്ക് 2021 ഒരു LOC പിന്നെ വെടിനിർത്തൽ കരാർ നമ്മൾ ഒപ്പിട്ടതാണ്. അപ്പൊ അത് ഏകദേശം കുറച്ചു നാളൊക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവരുമായി ഈ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടപ്പിലാക്കി പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. അപ്പൊ അതിനെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇന്ത്യ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രമുഖമായ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് ഇവിടെ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച പിന്നെ അസിം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി പറഞ്ഞത്, കാശ്മീരം എന്ന് പറയുന്നത് കഴുത്തിലെ ഞരമ്പാണ്, ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും രണ്ടാണ്, രണ്ട് മതങ്ങളാണ്, രണ്ട് സംസ്കാരമാണ്, രണ്ട് ചരിത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയത് ഒരു പക്ഷേ ഇത്തരം ഒരു ആക്രമണത്തിന്റെ മുന്നോടിയായിട്ടുള്ള സൂചനയായിരിക്കണം. കാരണം അസിം മുനീർ എന്ന് പറയുന്നയാൾ ISIയുടെ മേധാവിയായിരുന്ന ആളാണ്, ഇന്ത്യയോട് ഭയങ്കരമായ ശത്രുത പുലർത്തുന്ന ആളാണ്, ഇപ്പോൾ കരസേനാ മേധാവിയാണ്. നമുക്കറിയാം പാകിസ്ഥാൻ ഭരണകൂടം വളരെ ദുർബലമാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ട് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ വളരെയധികം സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് തന്നെ ഒരു കോalition ഗവൺമെന്റ് ആണ്. അപ്പോൾ വാസ്തവത്തിൽ ഭരണത്തിന്റെ നിയന്ത്രണം റാവൽപിണ്ടിയാണ്, ഇസ്ലാമാബാദ് അല്ല.
അപ്പോ അതായത് ഞങ്ങളെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഒറ്റപ്പെട്ട് നിന്ന കാശ്മീരിനെ ഒരു വെടിക്ക് ഒറ്റ സംഭവത്തിലൂടെ നമുക്കറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിൽക്കുന്ന സന്ദർഭം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ നിൽക്കുന്ന സന്ദർഭം, ഇപ്പൊ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസരം വാസ്തവത്തിൽ അവരുടെ ഗ്രീവൻസസ്, ഈ പാകിസ്ഥാന് ഉള്ള ഗ്രീവൻസസ് മുമ്പോട്ട് വെക്കാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട അവസരമായിട്ട് അതിന്റെ ടൈമിംഗ് വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം അതുകൊണ്ടാണ്, അതായത് നമ്മൾ അവരെ അവഗണിക്കുന്നു, ലോകം തന്നെ അവഗണിക്കുന്നു, അമേരിക്ക അവഗണിക്കുന്നു, സൗദി അറേബ്യ അവഗണിക്കുന്നു, ചൈന അവഗണിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഞങ്ങള് അവഗണിക്കപ്പെടേണ്ടവരല്ല, ഞങ്ങൾ പ്രാധാന്യമുള്ളവരാണെന്ന് തെളിയിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് പഹൽഗാമിൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു, അതായത് പാകിസ്ഥാനുമായി എൻഗേജ് ചെയ്യാൻ പാകിസ്ഥാൻ കുറെ കൂടെ ദുർബലമായിരിക്കുന്ന സാമൂഹ്യമായി, രാഷ്ട്രീയമായി, ഭരണ സ്ഥിരതയില്ലാത്തൊരവസ്ഥയിൽ ആ സമയത്ത് അവരുമായി എൻഗേജ് ചെയ്യാൻ കൂടുതൽ അവസരമുണ്ടായിരുന്നു. ആ അവസരം നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല എന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, അത് നമ്മൾ ഒരു തരത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ വിജയിച്ചു. ഒരു ഭാഗത്ത് വിജയിച്ചെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ് ഭീകരതയുടെ ആഗോള പ്രസ്ഥാനം എന്ന് നമ്മൾ നിരന്തരമായി ലോകത്തൊട്ടാകെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെ നടന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഈ ലോകം ഒരു തരത്തിൽ അംഗീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ ഒരു തരത്തിൽ അവരെ പാകിസ്ഥാൻ ടെററിസത്തിന്റെ ആഗോള തലസ്ഥാനമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവർ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ വാസ്തവത്തിൽ മറ്റൊരു ട്രാക്ക് കൂടി നമ്മൾ തുറക്കണമായിരുന്നു. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇനിഷ്യേറ്റീവ്സ് വാസ്തവത്തിൽ നമ്മൾ എടുക്കേണ്ടതായിരുന്നു. അവിടെ ആ തരത്തിൽ നമുക്ക്, അതായത് 2021 നമ്മളൊരു LOC അഗ്രിമെന്റ് ഒപ്പിട്ടെങ്കിലും അത് പിന്നാലെ തകരുകയും അതിർത്തിയിൽ വെടിവെപ്പുകൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു ഇനിഷ്യേറ്റീവ്, കാരണം സുരക്ഷ എന്ന് പറയുന്നത് കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നും അവർ വളരെ ദുർബലമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അത്തരമൊരു ഇനിഷ്യേറ്റീവ്, ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് നമ്മൾ കാര്യമായി നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഇപ്പോഴുണ്ടായ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. ഇപ്പൊ ഇന്ത്യ എടുത്ത നടപടികൾ, അതിനോട് പാകിസ്ഥാന്റെ പ്രതികരണം വരുന്നത്, പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ പൗരന്മാരായ ആരെങ്കിലും ഈ പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവൊന്നും ഇന്ത്യ നൽകിയിട്ടില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ പിന്തുണ ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ളതിന് തെളിവൊന്നും ഇന്ത്യ നൽകിയിട്ടില്ല. അത് നൽകാതെ വളരെ ഏകപക്ഷീയമായ ചില നടപടികൾ ഇന്ത്യ സ്വീകരിക്കുകയാണ്. നദീജല കരാർ റദ്ദാക്കുന്നു, വിസ അനുവദിക്കില്ല എന്ന് പറയുന്നു, നയതന്ത്ര ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ. അപ്പോൾ ഇതൊരു ഏകപക്ഷീയ നടപടിയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയാണ്. ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചു വരികയാണ് എന്നും പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിലവിൽ തന്നെ വഷളാണ്, അത് കൂടുതൽ വഷളാവുകയാണ് എന്ന് കരുതണോ? അല്ല, നമ്മള് വളരെ നമുക്കുണ്ടായ ഈ വളരെ ദാരുണമായ സംഭവം, നമുക്കെതിരെ ഉണ്ടായ ആക്രമണം ലോകത്തിനൊട്ടാകെ അറിയാം. പാകിസ്ഥാന് മാത്രമേ അറിയാത്തതായിട്ടുള്ളൂ, ലോകത്തിനൊട്ടാകെ അറിയാം. ഇത് പാകിസ്ഥാന്റെ ISIയും പാകിസ്ഥാൻ പട്ടാളവും പിന്തുണയ്ക്കുന്ന ലഷ്കർ-ഇ തൈബ പോലെയുള്ള, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകൾ. ഇപ്പൊ ലഷ്കർ-ഇ തൈബയുടെ ഒരു എന്താണ് ബി ടീമാണ് ഈ ഇവരെന്ന് റെസിസ്റ്റന്റ് ഫ്രണ്ട് റെസിസ്റ്റൻസ് ഫ്രണ്ട്, അത് എന്ന എല്ലാവരെയാണ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഇപ്പോ തെളിവൊക്കെ അവർക്ക് കൊടുക്കും. പാകിസ്ഥാനിൽ നിന്നും കടന്നു കയറിയ ആളുകളാണ്, കാശ്മീരിൽ നിന്നും ഉൾപ്പെടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ കൂടി പിന്തുണയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന് ശക്തമായ തെളിവുകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് അത് കൊടുക്കും. കാരണം ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ അതിശക്തമായ ഇപ്പൊ ഉദാഹരണത്തിന് സർജിക്കൽ സ്ട്രൈക്ക് പോലെയോ ബാലക്കോട്ട് നടത്തിയ കണക്കുള്ള ആക്രമണം നടത്തുന്നതിന് മുൻപോ നമ്മൾ അന്തർദേശീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന്റെ തെളിവുകൾ കൈമാറണം. ഒഫീഷ്യലായിട്ടെങ്കിലും കൈമാറുകയും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അന്തർദേശീയ തലത്തിൽ നമ്മൾ നടത്തുന്ന ഈ കടന്നു കയറിയുള്ള ആക്രമണങ്ങൾ എന്തെങ്കിലും നടത്തിയാൽ അതിനുള്ള പിന്തുണ ലോക സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ലഭിക്കും. നമുക്കറിയാം, ലോകത്ത് എല്ലാ രാജ്യങ്ങളും, അമേരിക്കയും ബ്രിട്ടനും ചൈനയും റഷ്യയും എല്ലാ രാജ്യങ്ങളും ഈ സംഭവത്തെ വിമർശിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സൗദി അറേബ്യയും ഖത്തറും UAEയും എല്ലാ രാജ്യങ്ങളും, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ
പിന്നെ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്റർനാഷണൽ സപ്പോർട്ട് നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അന്തർദേശീയ സമൂഹത്തെ, ഇത് പാകിസ്ഥാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ISIയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, അല്ലെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദികളാണ് ഇത് ചെയ്തത് എന്ന് സംശയാതീതമായി അന്തർദേശീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മുൻകൈ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് നടത്തും. കാരണം അതിനുള്ള തെളിവുകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ ലഭിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരം നിലപാട്, അതായത് പിന്നെ വളരെ കടുത്ത നിലപാടാണ് ഈ നദീജല കരാറ് മരവിപ്പിക്കാൻ എടുത്ത തീരുമാനം. കാരണം അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്കും ചില ബുദ്ധിമുട്ടുകൾ പിന്നാലെ ഉണ്ടാവാം. കാരണം വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ കരാറാണ് എന്നുള്ളത് കൊണ്ട് മരവിപ്പിച്ചു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് അക്കാര്യത്തിൽ പിന്നെ അവരുടെ അപ്രിയം രേഖപ്പെടുത്താം. വേൾഡ് ബാങ്കിന്റെ ലോണുകൾ നമുക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അന്തർദേശീയ കരാർ, ഇതൊരു അന്തർദേശീയ കരാറാണ്. അന്തർദേശീയ കരാറുകൾ അംഗീകരിക്കുന്നതിൽ, അന്തർദേശീയ കരാർ പാലിക്കുന്നതിൽ ഇന്ത്യയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ള പ്രചാരണം ഉണ്ടാവാം. അതുപോലെ തന്നെ അവർ കോടതിയിൽ പോകാനുള്ള വലിയ പ്രൊവിഷൻസ് ഒന്നും ഈ അഗ്രിമെന്റിൽ ഇല്ല എങ്കിലും പിന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അവർക്ക് പോകാം. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ അതിലൂടെ ഉണ്ടാവാം. പക്ഷെ ഉണ്ടാവാമെങ്കിൽ പോലും നമ്മൾ അത്രയും കടുത്ത നിലപാടിലേക്ക് വന്നത് നമ്മൾക്കുണ്ടായ ഈ വളരെ വലിയ പിന്നെ പ്രയാസകരമായ ഈ ദുരന്തം ഉണ്ടായതിന്റെ പ്രതികരണം എന്ന നിലയ്ക്കാണ്. ബാക്കിയുള്ളതൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഡിപ്ലോമാറ്റിക് പേഴ്സണലിന്റെ എണ്ണം കുറയ്ക്കുക, തിരിച്ചു വിളിക്കുക, വിസ നിഷേധിക്കുക, ഈ മാതിരിയൊക്കെ ഉള്ളത് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കരാറ്, നദീജല കരാർ നിർത്തലാക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അത് പിന്നെ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇനി കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യ പൊയ്ക്കൂടാകുകയില്ല. കാരണം അതിനുള്ള ആലോചനകളും തീരുമാനങ്ങളും വളരെ അവധാനതയോട് കൂടിയിട്ട് എടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. റൈറ്റ്. ഇപ്പോൾ ഉറി, പുൽവാമ ഈ രണ്ട് ആക്രമണങ്ങൾക്ക് ശേഷമുണ്ടായ നടപടികളെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടായ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്, പിന്നെ അത് ബാലക്കോട്ട് ആക്രമണം ഉണ്ടായി. അപ്പോൾ സമാനമായ രീതിയിലൊരു ഒരു തിരിച്ചടി, അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അതോ ഇത് ഈ നയതന്ത്ര നടപടികളിൽ ഒതുക്കുമോ? എന്താണ് തോന്നുന്നത്? ഇവിടെ പിന്നെ ഒരു കാര്യം നമ്മൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകുന്നത്. നമ്മൾ കാണേണ്ട കാര്യം, പുൽവാമയുടെ പ്രാധാന്യം പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടിയിലോട്ട്, അത് രണ്ട് ലിങ്ക്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പുൽവാമയിൽ ബൈസരൺ എന്ന് പറയുന്ന സ്ഥലം, പുൽവാമ തന്നെ വളരെയധികം ഈ വിനോദസഞ്ചാരികൾ ഏറ്റവും അധികം സഞ്ചരിക്കുന്ന, അതായത് വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് കാശ്മീരിന് ഏറ്റവും അധികം സമ്പത്ത് ലഭിക്കുന്ന പ്രദേശമാണ് പുൽവാമ. അതിൽ തന്നെ ഈ ബൈസരൺ പുൽമേടുകൾ എന്ന് പറയുന്നത് പിന്നെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. റൈറ്റ്. അത് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരത്തിലൂടെ പുൽവാമയിലെ പെഹൽഗാമിനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. സോറി, പുൽവാമ, പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്നു. അതിൽ തന്നെ ഈ പറഞ്ഞ ബൈസരൺ പുൽമേട്. റൈറ്റ്. അപ്പൊ ആ പിന്നെ പ്രദേശത്തിന്റെ അതായത് ഇപ്പോ ഏറ്റവും അധികം പിന്നെ വരുമാനം കാശ്മീരിന് ലഭിക്കുന്നതും അതിലൂടെ കൂടുതൽ തൊഴിൽ ലഭിക്കുന്നതും ഈ വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചാളിന് മുമ്പ് 4000-ഓളം കോൺസ്റ്റബിൾമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പരസ്യം കൊടുത്തപ്പോൾ 5 ലക്ഷം ആളുകളാണ് അപേക്ഷിച്ചത്. അത്രമാത്രം ശക്തമാണ് അവിടുത്തെ തൊഴിലില്ലായ്മ. അതിന് ഒരു പരിധിവരെ അവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പൊ ഈ പറഞ്ഞ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശം വളരെയധികം വിനോദസഞ്ചാരത്തിന് പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബൈസരൺ പുൽമേടുകൾ, അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രാധാന്യം പഹൽഗാമിനുള്ളത്, ഇത് മറ്റേ തീർത്ഥാടനം ഉണ്ടല്ലോ, അമർനാഥ് യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പഹൽഗാം. അപ്പൊ അവിടെ വലിയ വിശ്രമ കേന്ദ്രവും പഹൽഗാമിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടാവുകയും, എന്താണ് ആക്രമണം ഉണ്ടായതിന്റെ സവിശേഷത ആലോചിച്ച് നോക്കൂ. ഒന്ന്, പിന്നെ ഈ പട്ടാളക്കാര് ദൂരെ നിന്ന് വെടിവെക്കുകയോ അല്ലെ ഭീകരന്മാർ ദൂരെ നിന്ന് വെടിവെക്കുകയോ ഡ്രോണുകളിലൂടെ ആക്രമണം നടത്തിയോ അല്ല ആളുകളെ കൊന്നത്. അവര് പിന്നെ ദേഹത്തൊക്കെ ഘടിപ്പിച്ച ക്യാമറ ഉൾപ്പെടെ യന്ത്രത്തോക്കുകളുമായിട്ട് വന്ന് ആളുകളെ തെരഞ്ഞു പിടിച്ച് മതം ചോദിച്ച് പേര് ചോദിച്ച് മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നിട്ട് അവർ നടന്നു പോവുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത്രയും സുപ്രധാനമായ തന്ത്രപ്രധാനമായ പഹൽഗാം പോലെയുള്ള സ്ഥലത്ത് വേനൽക്കാലത്ത് ടൂറിസ്റ്റുകൾ അവിടെ വരുമെന്നറിയാവുന്ന സ്ഥലത്ത്, അമർനാഥ് യാത്ര പോലെയുള്ള സുപ്രധാനമായ ഒരു യാത്ര നടക്കുന്ന സ്ഥലത്ത്, അവിടെ ഒരു വലിയ ക്യാമ്പുള്ള സ്ഥലത്ത്
ഈ ഇത്രയ്ക്ക് ഇവർ വന്ന് ഈ ഭീകരന്മാർക്ക് സാവകാശം വന്ന് ഈ ആക്രമണം നടത്തി സാവകാശം നടന്ന് മറയാനുള്ള സാഹചര്യം ഉണ്ടായത് വാസ്തവത്തിൽ വളരെ വലിയ ഈ ഇന്റലിജൻസ് പിഴവാണ്. അപ്പൊ പിന്നെ അമിതാഭ് മട്ടു എന്നൊക്കെ പറയുന്ന ഈ നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെ അതിശക്തമായി പിന്തുണയ്ക്കുന്ന ജമ്മു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ആൾ ഇന്ന് എഴുതിയ ലേഖനത്തിൽ മാസീവ് ഇന്റലിജൻസ് ഫെയിലിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതായത് നരേന്ദ്രമോദി സർക്കാരിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന നയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാള് ഇന്ന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മാസീവ് ഇന്റലിജൻസ് ഫെയിലിയർ എന്ന. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ 2 കാരണങ്ങളാൽ സുപ്രധാനമായ വിനോദസഞ്ചാരത്താൽ സുപ്രധാനമായതും ഈ അമർനാഥ് യാത്രയാൽ സുപ്രധാനമായതുമായ സ്ഥലത്ത് ഈ ഇങ്ങനെയൊക്കെയുള്ള സുരക്ഷ ഉറപ്പാക്കുന്നത് അതുകൊണ്ടാണല്ലോ. ആഭ്യന്തരമന്ത്രിയോട് ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വരൂ, വിനോദസഞ്ചാരത്തിന് വരൂ എന്ന് ഞങ്ങളെ ഈ ഇത്രയും സുരക്ഷയില്ലാത്ത സ്ഥലത്തേക്കാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയതെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വളരെ വലിയ സുരക്ഷാ പിഴവ്, ഇത്രമാത്രം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പിന്നെ ഈ ആളുകളെ ഈ ഭീകരന്മാർക്ക് കടന്നു കയറി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആളുകളെ കൊല്ലാൻ കഴിഞ്ഞു. 2, മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട ഒരു സൈനിക താവളത്തിന്റെ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ആ 7 കിലോമീറ്റർ സ്ഥലത്തേക്ക് വരാൻ സേനകൾക്ക് വരാൻ 1 മണിക്കൂറിലേറെ സമയമെടുത്തു എന്നാണ് വാർത്തകൾ. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ഉദാഹരണത്തിന് ഈ അമർനാഥ് ഈ തീർത്ഥയാത്ര നടക്കുന്ന സന്ദർഭമായിക്കൊള്ളട്ടെ, ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ നേരിടാനായിട്ട് കഴിയും? 1 മണിക്കൂർ, അതായത് 7 കിലോമീറ്റർ ദൈർഘ്യം നമ്മുടെ സേനകൾക്ക് ഇപ്പോൾ വരാനെടുത്ത 1 മണിക്കൂറിലേറെ സമയമാണ്. ആ 1 മണിക്കൂറിലേറെ സമയം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഒരു ഇന്ത്യയെ നമ്മൾ പറയുന്നത് നമ്മൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു, നമ്മൾ വലിയ രാഷ്ട്രീയ ശക്തിയാകുന്നു, നമ്മൾ വലിയ സൈനിക ശക്തിയാണ് എന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്ന വേളയിലാണ് ഈ ഒരു 7 കിലോമീറ്റർ വ്യത്യാസത്തിൽ നടന്നൊരു ആക്രമണത്തെ നേരിടാൻ സൈന്യത്തിന് 1 മണിക്കൂറിലേറെ വേണ്ടി വന്നു. അത് വാസ്തവത്തിൽ അപ്പൊ ഇങ്ങനെയുള്ള വലിയ ഇന്റലിജൻസ് പിഴവ് ഉണ്ടായതിന്റെ ഗൗരവം വാസ്തവത്തിൽ പരിശോധിക്കേണ്ടതാണ്. അത് വലിയ പിഴവാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത്രയും ഒരു പ്രാധാന്യമുള്ള സ്ഥലത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പിഴവിനെ മറയ്ക്കാനുള്ള ശ്രമം നടത്തി ഗവൺമെന്റ്. ആ പിറവിനെ അതായത് നമ്മളിപ്പോ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു, അങ്ങനെയുള്ള ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉണ്ടായ പിഴവിനെ മറയ്ക്കാനുള്ള ശ്രമം നടത്തി. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഒരു പക്ഷേ ആക്രമണം നടത്താം, കാരണം ഈ ഒരു പിഴവിനെ മറയ്ക്കുന്നതിന് വേണ്ടി കൂടി ഒരു പക്ഷേ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഇന്ത്യ ഗവൺമെന്റ് ആക്രമണം നടത്തിക്കൂടായില്ല. ആക്രമണം നടത്താനുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്നും പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരന്മാര് ഏതെങ്കിലും അതിർത്തി താവളങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയെങ്കിൽ ആ ആക്രമണം നമ്മൾ നടത്തും. ആ നടത്താനുള്ള അവകാശങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ നടത്തുമ്പോൾ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഈ മരിക്കാൻ വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള സമീപനം നമ്മുടെ ഇന്റലിജൻസ് വീഴ്ച മൂലം ഉണ്ടായോ എന്ന് വാസ്തവത്തിൽ പരിശോധിക്കുക കൂടി വേണം. ഇത് പറയുമ്പോഴേ ഇപ്പോൾ നേരത്തെ പുൽവാമയുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഇന്റലിജൻസ് ഫെയിലിയർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുവഴി ഇത്രയും വലിയൊരു വാഹന വ്യൂഹം കടന്നു പോകുന്നത് ആക്രമിക്കപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് പുൽവാമയിലേക്ക് ആ വാഹന വ്യൂഹം സഞ്ചരിച്ചത് എന്നും അതിനുശേഷമാണ് ആക്രമണം ഉണ്ടായത് എന്നും അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത്തരം ഇൻ്റലിജൻസ് ഫെയിലിയറുകളോ അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുന്നതിലുണ്ടായ പാളിച്ചകളോ ഒന്നും നമ്മൾ പിന്നീട് പരിശോധിക്കപ്പെട്ടതായിട്ട് നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ ബാലക്കോട്ടിൽ നമ്മൾ ആക്രമണം നടത്തിയതിനെക്കുറിച്ചുള്ള വലിയ എന്താ പറയുക വിരോചിതമായ ഭാഷണങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതേ ടാക്ടിക്സ് ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണണം. അതായത് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എത്തുന്നു, അതും കൂട്ടത്തോടെ എത്തുന്നു. അവിടെ ഇപ്പോൾ ഈ ആക്രമണം കഴിഞ്ഞതിന് ശേഷം വരുന്ന സഞ്ചാരികൾ മുഴുവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിങ്ങി നിറഞ്ഞാണ് ആളുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദാൽ തടാവ് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ആളുകൾ കൂട്ടത്തോടെ തിങ്ങി നിറഞ്ഞിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്രത്തോളം സഞ്ചാരികൾ എത്തുന്നു. അപ്പോൾ ഈ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു ഇൻ്റലിജൻസ് വിവരം ശേഖരിക്കാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല എന്നുള്ള പിഴവ് മറയ്ക്കാൻ പല നടപടികൾക്കും സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതണം. അല്ല, നമ്മള് രാജീവ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാമല്ലോ, സത്യപാൽ മാലിക് 2023 ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു.
അതായത് പുൽവാമയിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുള്ള ഒരുക്കങ്ങൾ ഭീകരന്മാർ നടത്തുന്നുണ്ട്, അതിനുള്ള വെടിമരുന്നുമായി അവരുടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നെങ്കിലും അതിനൊന്നും എതിരായ നടപടിയെടുത്തില്ല എന്നും ഇത് പ്രധാനമന്ത്രിയോടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനോടും പറഞ്ഞപ്പോൾ താങ്കൾ ഇത് ആരോടും പറയണ്ട എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ മറച്ചു വെക്കാനും ജനശ്രദ്ധയിൽ കൊണ്ടുവരാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ കൊണ്ട് നമ്മൾക്ക് നിരപരാധികളായ ആളുകൾ വീണ്ടും വീണ്ടും മരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ വളരെ ഗൗരവമായി ഇത്തരം എവിടെ നമ്മൾ കാണേണ്ട കാര്യം, നമുക്കിപ്പോൾ വളരെയധികം ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ, അതായത് ക്യാമറകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള ആരുടെ മൂവ്മെന്റുകൾ മനസ്സിലാക്കാനുള്ള സംവിധാനം നമ്മുടെ അതിർത്തിയിൽ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇത്രയും പ്രധാനമായിട്ടുള്ള പഹൽഗാം പോലെയുള്ള ബൈസരൻ പോലെയുള്ള സ്ഥലത്ത് ഇത്തരം യാതൊരു മെക്കാനിസവും ഉണ്ടായിരുന്നില്ല എന്നും അഥവാ മെക്കാനിസം ഉണ്ടായിരുന്നെങ്കിൽ അതിലൂടെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു തിരിച്ചറിയാനും കഴിയാതിരുന്നത് വളരെ വലിയ ഒരു ഇന്റലിജൻസ് വീഴ്ചയാണ്. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് ടൂറിസമാണ് കാശ്മീരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് നാം അവകാശപ്പെടുകയും അതിനെ നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ ടൂറിസ്റ്റുകൾ വരുന്ന ഇടങ്ങളിൽ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലല്ല. അത് ഈ പോലീസും സുരക്ഷയും എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ സെൻട്രൽ ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എങ്കിൽ അവിടെ ടൂറിസം തകരും. അതായത് നിലവിൽ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അവിടെ ഉണ്ട്. അതിന്റെ അല്പമെങ്കിലും ആശ്വാസ തുരുത്തായിട്ടുള്ളത് ഈ വിനോദസഞ്ചാര മേഖലയാണ്. ആ വിനോദസഞ്ചാര മേഖല കൂടി തകർന്നു കഴിഞ്ഞാൽ കാശ്മീർ ഇല്ലാതാകും. അതുകൊണ്ട് വേണ്ടത്, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രവുമായി നമ്മൾ ഡിപ്ലോമാറ്റ്, അതായത് നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന പ്രതികാര നടപടികളെല്ലാം എടുക്കവേ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, അതായത് നമുക്കറിയാം ഈ അമേരിക്കയുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അമേരിക്കയിൽ പഴഞ്ചൊല്ല്. ആ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു ചുറ്റികയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും ഒരു ആണിയായി തോന്നാം എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഇങ്ങനെ ചുറ്റിക കൊണ്ട് അടിച്ച് അമർത്താൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധമാണ് കൂടുതൽ ഉള്ളതെങ്കിൽ ആയുധം കൊണ്ട് കാശ്മീരിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആയിട്ടുള്ള പ്രശ്നമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ലോകത്തങ്ങനെ ഒരു തെളിവില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നമ്മൾ സൈനികമായ കരുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നമ്മൾ അവഗണിച്ച് ഒതുക്കിയിരിക്കുന്നു, അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് ഒരു ലൂയിസൻസ് വാല്യൂ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിനോദസഞ്ചാരികളെ ഒരു പരിധിവരെ ആക്രമിക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നവർ കൂട്ടത്തോടെ വിനോദസഞ്ചാരികളെ തെരഞ്ഞുപിടിച്ച്, അതും ഒരു മതത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് നടത്തിയതിന്റെ കാര്യം ആഭ്യന്തരമായി ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുക, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതോടൊപ്പം ഈ ടൂറിസം മേഖല തകർക്കുക, കാശ്മീരിന്റെ മേഖല എന്ന് പറയുന്ന തകർക്കുക എന്ന് ലക്ഷ്യം കൊണ്ടാണ് നടത്തിയിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ പാക് ബന്ധം ഏതാണ്ട് ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നത്. പിന്നീട് അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു ഉഭയകക്ഷി ബന്ധം നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും വേണ്ട രീതിയിൽ പുരോഗമിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ഇടക്കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവാസ് ഷെരീഫിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ നേതാക്കൾ തമ്മിലുള്ള ബന്ധം, ഒരുപക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള മാർഗമായി മാറിയേക്കാം എന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ എങ്കിലും പിൽക്കാലത്തും ഇന്ത്യ പാക് ബന്ധം അത്രത്തോളം ഒന്നും ഊഷ്മളമായിട്ടില്ല. വ്യാപാര ബന്ധം തുടരുന്നുണ്ട്. ഇപ്പോൾ കർത്താർപൂർ ഇടനാഴി തുറന്നത് അടുത്ത കാലത്താണ്. ഉഭയകക്ഷി ബന്ധം, മറ്റു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നിലനിർത്തുന്നുണ്ട് എന്നതിന് അപ്പുറത്തേക്ക് ആ ബന്ധം മുന്നോട്ട് പോയിട്ടില്ല. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാവുന്ന സിന്ധു നദീജല കരാറിൽ നിന്ന് നമ്മൾ തൽക്കാലത്തേക്കെങ്കിലും പിന്മാറുന്നു. അപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകാനുള്ള സാധ്യത അവസാനിക്കുന്നു. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അത് കശ്മീരിനെ സംബന്ധിച്ച് കൂടുതൽ സംഘർഷഭരിതമായൊരു സാഹചര്യം അതുണ്ടാക്കുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും, രണ്ട് റാവൽപിണ്ടി കേന്ദ്രീകരിച്ചിരിക്കുന്ന പട്ടാളവും.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ വിദേശ നയത്തിന്റെ കാര്യത്തിൽ, പ്രതിരോധത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ വരെ സുപ്രധാനങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പട്ടാളമാണ്, മിലിറ്ററിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൂട്ടരെയും ഈ പല തലത്തിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടാൽ മാത്രമേ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ നോർമലൈസ് ചെയ്യാനായിട്ട് കഴിയൂ. അങ്ങനെ അതായത് രാഷ്ട്രീയ നേതൃത്വത്തെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ നമുക്ക് ശാശ്വത സമാധാനം വരില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന എന്താണ്, ISIയുടെ മുൻ മേധാവിയായിരുന്ന അസീം മുനീർ എന്ന് പറയുന്നയാള് അവിടുത്തെ സേനാ മേധാവിയായപ്പോൾ അദ്ദേഹം കാശ്മീരിനെതിരെ പ്രത്യേകമായി പരാമർശം നടത്തുന്നു. അതിന് ഒരാഴ്ച കഴിയുമ്പോൾ ഇതാ നമ്മുടെ കാശ്മീരിൽ ആക്രമണം. അപ്പൊ സേനയെയും റാവൽപിണ്ടി ബേസ് ചെയ്തിട്ടുള്ള പട്ടാളത്തെയും അതോടൊപ്പം രാഷ്ട്രീയ നേതൃത്വം ഒരു പക്ഷേ ഇന്ത്യ, കാരണം അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് അവർ, ഭരണകൂടം. കാരണം അവർ അത്രയ്ക്ക് ദുർബലമായി നിൽക്കുകയാണ് സാമ്പത്തികമായി. എന്നാൽ സാമ്പത്തികമായി വാസ്തവത്തിൽ സേനയും ബുദ്ധിമുട്ടിലാണ്. കാരണം അവരുടെ പല കാര്യങ്ങൾക്കും ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഫണ്ട് കൂടി, അതായത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഞങ്ങൾ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു തന്ത്രമാണ് വാസ്തു. കാരണം ഞങ്ങള് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കും, നിങ്ങൾ ഗൗനിക്കണം എന്ന് പറയുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോടുള്ള ഒരു പ്രഖ്യാപനം കൂടിയിട്ടാണ് കാശ്മീർ. കാരണം നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിൽക്കുമ്പോഴാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പൊ അവരായി സ്വാഭാവികമായിട്ടും ഇത് ശ്രദ്ധിക്കും, എന്തുകൊണ്ടാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാനുള്ള കൂടുതൽ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവരെ അവഗണിക്കുന്നു. JD വാൻസ് ഇവിടെ ഉള്ളപ്പോഴാണ് ആക്രമണം നടത്തിയത്. അപ്പൊ അങ്ങനെ, അതായത് ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപേക്ഷയാണ് വാസ്തവത്തിൽ ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ചെയ്യേണ്ടത്, ഇന്ത്യ സൈനികമായി നമ്മൾ തയ്യാറെടുത്ത് നിൽക്കണം. ഇവരുടെ ആക്രമണങ്ങളെ നമ്മുടെ പ്രധാനപ്പെട്ട മേഖലകളിലെ വരുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഉറക്കണം. ഇന്റലിജൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. അങ്ങനെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം ഈ രണ്ട് വിഭാഗങ്ങളുമായി നിരന്തരമായ ബന്ധപ്പെടൽ നടത്തിയാൽ മാത്രമേ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമുക്ക് ഒരു ന്യൂസൻസ് വാല്യൂ എങ്കിലുമുള്ള, ന്യൂസൻസ് വാല്യൂ എന്ന് പറയാൻ കഴിയുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു ന്യൂസൻസ് അല്ല, വളരെ അപകടകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രത്തെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ സൈനികമായും ഇന്റലിജൻസിന്റെ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സൈനികത്തിന്റെ അവിടുത്തെ തലവന്മാരുടെ മേഖലയിലും എല്ലാം നിരന്തരമായ സമ്പർക്കത്തിലൂടെയും പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ചാനലുകളിലൂടെയും, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്ന സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളെ കൊണ്ട് ഇവരെ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെയുള്ള രാജ്യങ്ങളെ കൊണ്ട് സ്വാധീനത്തിലൂടെയും ഇവരെ ന്യൂട്രലൈസ് ചെയ്താൽ മാത്രമേ, ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം കാശ്മീർ എപ്പോഴും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം ഇവരെ ന്യൂട്രലൈസ് ചെയ്യുകയും പരസ്പര ബന്ധങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ കാശ്മീരിലും ഇന്ത്യയിലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഭീകരന്മാരിൽ നിന്നുള്ള സമാധാനം ഉണ്ടാവുകയുള്ളൂ. റൈറ്റ്. എന്തായാലും വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ നയതന്ത്ര സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിൻ്റെ തൊട്ടു പിറകെ അതിന് ഉത്തരവാദികൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പാകിസ്ഥാനെതിരെ രാജ്യം ശക്തമായ നയതന്ത്ര നടപടികൾ എടുത്തിരിക്കുന്നു. തൊട്ടുപിറകെ ഒരുപക്ഷെ മറ്റ് നടപടികൾ ഉണ്ടായേക്കാം, അതിനുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന സങ്കീർണതകളാണോ ഉള്ളത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. വളരെയധികം നന്ദി പ്രൊഫസർ ജോസഫ് ആന്റണി ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.